എന്തെന്നില്ലാത്തതായ ദാഹം അനുഭവപ്പെട്ടതായ ആ ഗജേന്ദ്രൻ തൻ്റെ കൂട്ടാളികളെയും മുഴുവൻ കൂട്ടിക്കൊണ്ട് യാത്രയായി. എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ? അങ്ങനെ അവർ നടക്കുന്നതായ സമയത്ത് ഒരു താമരക്കുളം കണ്ടു എന്നും അതിലേക്ക് ഇറങ്ങി, ഒറ്റയ്ക്കല്ല അല്ലേ, ഭാര്യമാരോടും കുട്ടികളോടും ഒക്കെ ഒപ്പം കൂട്ടുകാരോടും ഒക്കെ ഒപ്പം ആ താമരക്കുളത്തിൽ ഇറങ്ങി മതിക്കാൻ തുടങ്ങി. ആദ്യം കുടിച്ചു, കുടിപ്പിച്ചു, കുളിച്ചു, കുളിപ്പിച്ചു. കുറെ കഴിഞ്ഞപ്പോഴാണ് മടുത്തു തുടങ്ങിയത് അല്ലേ. ഓരോരുത്തരായിട്ട് കയറി പോകാൻ തുടങ്ങണം. പക്ഷേ ആന ക്യാപ്റ്റന് മാത്രം കയറാം അല്ലേ, കയറാൻ പറ്റണില്ല. കാലും എന്തോ പിടിച്ചതുപോലെ. ഒന്ന് ആഞ്ഞു വലിച്ചു നോക്കിയപ്പോഴാണ് ഇതൊരു മുതലയാണ്.